നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതാണ് വിഷയം. ഈ പോര് തുടങ്ങിയിട്ട് നാളുകളായി. ഇന്നങ്ങ് കേറി കത്തി. ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ കേന്ദ്രത്തിന് നൽകാനുള്ള അജണ്ടയുമായി കൗൺസിൽ യോഗം. ആരാണ് ഹെഡ്ഗേവാർ എന്ന ബാനറുമായി പ്രതിപക്ഷ കൗൺസിലർമാരെത്തി അംഗം കുറിച്ചു. വിട്ടുകൊടുക്കാതെ എന്തിനും തയ്യാറായി BJP കൗൺസിലർമാരും. പതിവ് പോലെ ആദ്യം മുദ്രാവാക്യം വിളി, വാക്കേറ്റം, പിന്നെ അങ്ങ് രംഗം മാറി. ആദ്യം അടി, പിന്നെ ഇടി, ഒടുവിൽ കൂട്ടത്തല്ല്. നല്ല ഒന്നാം തരം പാലക്കാടൻ തല്ലുമാല. രംഗം ശാന്തമാക്കാനെത്തിയ പോലീസ് കാഴ്ചക്കാരായി. ചെയർപേഴ്സണെ എങ്ങനെയോ മുറിയിൽ നിന്ന് മാറ്റി. അപ്പോഴും കൗൺസിലർമാർ വായുവിൽ പറന്നടിക്കുകയായിരുന്നു. മുതിർന്ന BJP നേതാവ് ശിവരാജൻ BJP പടയുടെ മുൻനിരയിൽ. അടിയേറ്റ CPIM വനിതാ കൗൺസിലർ കുഴഞ്ഞു വീണു. അകത്തെ കൂട്ടയടി, പിന്നെ പുറത്തേക്ക്. ഇരുഭാഗത്തും പട കൂടി. പലതവണ നേർക്കുനേർ. ഒടുവിൽ തല്ലുകാരെ പണിപ്പെട്ട് അറസ്റ്റ് ചെയ്തു നീക്കി. സഹികെട്ട് പോലീസിനോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ചോദ്യം. BJP ആണോ കേരളം ഭരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുന്ന സാഹചര്യമാണ് ഈ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പോലീസ് BJPന്റെ ഏജന്റ് ആയിട്ടാണ് പെരുമാറിക്കൊണ്ട്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ പാലക്കാടും കേരളത്തിലും പ്രതിഷേധം ഉണ്ടാവും UDFന്റെ നേതൃത്വത്തിൽ. ഒരു സംശയവും വേണ്ട. പേരിടുന്നതിനെ ചൊല്ലിയുള്ള ഈ ഹെഡ്ഗേവാർ ഇനിയും തുടരും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.